ജോജു ജോർജിനെ ഷാജി കൈലാസിനെ വരവ് കണ്ടുവരുന്ന വഴിയാണ്. ഇങ്ങനൊരു വരവിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഒരു തരത്തിലുമില്ല. കാരണം നമ്മൾ ഇതുവരെ കാണാത്തൊരു കഥയോ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു പടമോ അങ്ങനത്തെ ഒന്നും തന്നെ ഈ പടത്തിലൊന്നുമില്ല. ഒരു 10 കൊല്ലം മുമ്പ് ഇറങ്ങുന്ന ഒരു പടത്തിൽ എന്തൊക്കെ കാണുമോ അതൊക്കെ തന്നെ ഈ പടത്തിലുള്ളൂ. ഷാജി കൈലാസിൻ്റെ പടം ആയതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ പടം, പ്രത്യേകിച്ച് ജോജു ജോർജ് ആക്ഷൻ സീക്വൻസിലൊക്കെ വെറുതെ കിടുവാണ്. ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് ഈ ഒരു പടത്തിന് വരുന്നത്. പക്ഷേ അത് ഒരു തരത്തിലും മീറ്റ് ചെയ്യാണ്ട് എന്നെ ശരിക്കും അങ്ങോട്ട് ബോറടിപ്പിച്ചൊരു പടമാണ് വരവ്. ഇത് എഴുതിയിട്ടുള്ളത് AK സാജനാണ്. ഒരുപാട് അടിപൊളി പടങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടീം ഒന്നിക്കുമ്പോൾ ഒരു നല്ലൊരു പടം ഞാൻ പ്രതീക്ഷിച്ചു. അതെൻ്റെ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ റിയലി ഡിസപ്പോയിൻറ്റഡ്. ഈ സിനിമയിൽ ആകെ എനിക്ക് നല്ലതായിട്ട് തോന്നിയത് മുരളി ഗോപിയുടെ പെർഫോമൻസാണ്. ഒരു വില്ലനായിട്ട് തന്നെയാണ് അയാൾ വന്നിട്ടുള്ളത്. ഔട്ട് ആൻഡ് ഔട്ട് വില്ലനാണ്. അപ്പോൾ അയാളുടെ റോള് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും ഇൻക്ലൂഡിങ് ജോജു ജോർജ് ഒരു തരത്തിലും ഒരു ഇമോഷണൽ കണക്റ്റോ ഒരു വികാരം തോന്നാതെ ഒരു 2.5 മണിക്കൂർ ഞാൻ അവിടെ നിന്ന് ബോറടിച്ച് ഒരുവിധം കണ്ടു തീർത്തൊരു പടമാണ് വരവ്. അതിനകത്ത് കാസ്റ്റ് ഒരുപാട് പേരുണ്ട്. ബൈജു ഉണ്ട്, സാനി അയ്യപ്പനുണ്ട്, അർജുന അശോകനുണ്ട്, പിന്നെ കോട്ടയം രമേശ് ഉണ്ട്, കുറേ ആക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇവർക്കൊന്നും തന്നെ ഈ സിനിമയിലേക്ക് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യാൻ ഒരു തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും സാധിച്ചിട്ടില്ല. റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള ഒരു സ്ഥിരം റിവെഞ്ച് പരിപ്പുവട പടം. ആ ഒരു ഇതിനെ അപ്പുറത്തേക്ക് ഒരു തരത്തിൽ ഈ സിനിമയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ജോജു ജോർജിൻ്റെ ഇടി നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം ഏത് സിനിമയിൽ വന്നാലും കിൻഡൽ ഇടിയാണ്. നമ്മുടെ ലാലേട്ടൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിൻഡൽ ഇടിയുടെ കാര്യത്തിൽ ഫേമസ് ആണ് ജോജു ജോർജും ആൻ്റണി വർഗീസ് പെപ്പയും. അപ്പോൾ ജോജുവിൻ്റെ അടുത്ത് ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിച്ചു. നല്ല രീതിയിലൊരു ആക്ഷൻ സീക്വൻസ് എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു. പിന്നെ ഇതിനകത്ത് നമ്മുടെ ബാബുരാജ് ഉണ്ട്. ബാബുരാജിൻ്റെ ഒക്കെ പോർഷൻസ് കണ്ടിരിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഈ സിനിമയിൽ ഒരു വലിയൊരു പിവറ്റ് റോളായിട്ട് ഒന്നുമില്ല. നായകൻ ഇങ്ങനെ പോകുന്നു, നായകന് കുറച്ച് ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ആ ഫ്ലാഷ് ബാക്കിൽ കുറച്ച് റിവെഞ്ചൊക്കെ ബാക്കിയുണ്ട്. നായകൻ പരോള് കഴിഞ്ഞ് വന്നതാണ്. പരോള് കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ കുറേ റിവെഞ്ച് എടുക്കാനുണ്ട്. മിനിറ്റിന് വില്ലന്മാരെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നു. വില്ലൻ്റെ ഗ്യാങ് ആണെങ്കിൽ നായകൻ്റെ ഫ്രണ്ട്സിന് ഓരോന്നായിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിലെന്ത് പുതുമയാണുള്ളത് എന്ന് ഞാനിങ്ങനെ ഇറക്കി ആലോചിക്കും. കാരണം ഇത് തന്നെയാണ് നമ്മൾ കൊല്ലങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് എല്ലാ സിനിമയിലും കണ്ടുവരുന്ന ഒരു ബോംബ് ഒരു പ്ലോട്ടാണ് ഈ പറഞ്ഞ വില്ലൻ ഒരു റിവെഞ്ച് എടുക്കാൻ വേണ്ടി പോകുന്നു, പിന്നെ നായകൻ്റെ കൂട്ടുകാരെയൊക്കെ കൊല്ലുന്നു. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലൊരു ഇമോഷണൽ കണക്റ്റോ അറ്റ്ലീസ്റ്റ് ഈ നായകനൊരു റിവെഞ്ച് എടുക്കാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ വരുമ്പോൾ കൊടുക്കവന് 2 നമുക്ക് തോന്നണ്ടേ. ഇത് ആ രീതിയിൽ ഒരു തരത്തിലും എന്നെ എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കാതെ പോയൊരു പടമാണ്. ഇതിനകത്ത് അഭിമന്യു തിലകനുണ്ട്. നേരെ മാർക്കോടെ സെറ്റിൽ നിന്ന് ഇറങ്ങി വന്നൊരു ടൈപ്പായിരുന്നു അയാളുടെ ഒരു പെർഫോമൻസ്. ഒരു പുതുമയില്ല. സോ ഔട്ട് ആൻഡ് ഔട്ട് 2.5 മണിക്കൂർ ഞാൻ ബോറടിച്ച് കണ്ടു തീർത്തൊരു പടമാണ്. മുരളി ഗോപിയുടെ പെർഫോമൻസ് മാത്രമാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം ടോട്ടലി എന്നെ നിരാശപ്പെടുത്തിയൊരു സിനിമയാണ്. ജോജു ജോർജിൻ്റെയും ഷാജി കൈലാസിൻ്റെയും വരവ് ഒരു തിരിച്ചുവരവാകും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഈ വരവ് വെറും വരവായിപ്പോയി.